ജനങ്ങളെ ഇത്രയും കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യത്തിൽ ഒരു ജനാധിപത്യ സംസനമാണ് നടന്നിരിക്കുന്നത്. കീഴ്വഴക്കങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. അത് പാലിക്കപ്പെടേണ്ടത് തന്നെയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസ് ലീഗിന് കീഴടങ്ങി എന്ന് വേണം പറയാൻ. പക്ഷേ പരനാറിയായാൽ എങ്ങനെ പറയാതിരിക്കുമെന്ന പ്രശ്നം വേറെ കിടക്കുക. ഇത് വളരെ കഷ്ടമായി പോയി. ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ, ഉള്ളിൽ സങ്കടം ഉണ്ട് കേട്ടോ. അതല്ല, ആ രീതിയിലുള്ള ഒരു സമീപനമായിരിക്കേണ്ടിയിരുന്നില്ല ഹൈക്കമാൻഡ് സ്വീകരിക്കേണ്ടിയിരുന്നത്. എന്റെ കയ്യിൽ എസ് മോഡൽ കത്തിയില്ലാതായി പോയി. കീഴ്വഴക്കങ്ങളോ നാണയങ്ങളോ ജനാധിപത്യ രീതിയോ ഒന്നും ഇവിടെ നായകമായ ഒരു ശക്തി എന്ന് പറയുന്ന ലീഗ്. അതിന് വേണ്ടെന്ന് വെച്ചപ്പോ എനിക്ക് ആശാന്റെ തല കയറി വണ്ടി വിട്ട് സമ്മർദ്ദം ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? മന്ത്രിമാരെ തെരഞ്ഞെടുപ്പുകളിലും മറ്റു കാര്യങ്ങളിലേക്കും രീതിയിൽ നിങ്ങളെ ഭരിക്കാൻ ഇനിയും അനുവദിക്കുകയില്ല. ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് KPCC പ്രസിഡന്റ് ആരായാലും ശരി, ആ KPCC പ്രസിഡന്റിനെ താക്കോൽ സ്ഥാനത്ത് കൊണ്ടുവരുവാൻ ഈ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇരിക്കുന്നവർ ശ്രമിച്ചില്ലെങ്കിൽ നീയാണല്ലോ കോടതി. അച്ഛന് നല്ലത് മാത്രം വരുത്തണേ.